ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ്. കരുണാകര ഗുരു 1969 സ്ഥാപിച്ചതാണ് ഈ ആശ്രമം. കരുണാകര ഗുരുവിൻ്റെ മുമ്പത്തെ പർണശാലയായിരുന്നു ആ ഒരു മോഡല്. ഇപ്പം ഈ താമര പർണശാലയാണ്. ആശ്രമത്തിലെ പ്രധാന ആകർഷണമാണ് താമരയുടെ ആകൃതിയിലുള്ള ഈ പർണശാല. 91 അടി ഉയരവും 84 അടി ചുറ്റളവുമുള്ള ഈ വെണ്ണക്കൽ മന്ദിരം വിടർന്ന താമരയുടെ രൂപത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൗധങ്ങളിൽ ഒന്നാണ്. ഇതിനുള്ളിൽ ഗുരു സമാധി കൊള്ളുന്ന സ്ഥലത്ത് സ്വർണ്ണ നിർമ്മിതമായ ഗുരുരൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമം ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ആശ്രമത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഗുരു നമുക്ക് ഒരു ഗൈഡ് പോലെ ആ ആശ്രമം ചുറ്റിക്കാണിച്ചു തരികയും അവിടുത്തെ കാര്യങ്ങൾ വിശദാംശമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. ഈ കരുണാകര ഗുരു ആരാന്നല്ലേ? ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെന്ന ഏകതത്വത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. വിശക്കുന്നവന് അന്നവും ശരീരത്തിന് സൗഖ്യവും മനസ്സിന് ആത്മശാന്തി നൽകുന്നതിനായിരുന്നു ഗുരു പ്രാധാന്യം നൽകിയിരുന്നത്. ഈ വാഹനങ്ങളൊക്കെയും കരുണാകര ഗുരു യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ആശ്രമം കണ്ടിട്ടുണ്ടെങ്കിലോ ഈ ആശ്രമത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ. ബൈ ബൈ, സീ യു.